നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. എന്താണ് വ്യത്യാസം? അപ്പോൾ നമുക്കിവിടെ ടേബിൾ നോക്കാം. അറേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് അല്ലേ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ. സ്ട്രക്ചേഴ്സോ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഈ ടേബിൾ നല്ല രീതിക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളോട് അറേ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. +2-ലാണെങ്കിലും നിങ്ങൾക്ക് അറേ പഠിക്കാനില്ല, എന്നാലും +2-ൽ എക്സാം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫൈൻ അറേ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ അറേ ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അവയെ സംബന്ധിച്ചുള്ള ഡെഫിനിഷൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അറേയിൽ ഫസ്റ്റ് പോയിന്റ് ഇറ്റ്സ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ ആണെങ്കിലോ ഇറ്റ്സ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. രണ്ടും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് അറേ. അറേയിൽ സെക്കൻഡ് പോയിന്റ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ. അറേയിൽ എന്ത് മാത്രമേ പാടുള്ളൂ? ഇൻ്റ് ആണെങ്കിൽ ഇൻറ്റീജേഴ്സ് മാത്രം, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് മാത്രം, ക്യാർ ആണെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രം അല്ലേ? സെയിം ടൈപ്പ് ഡാറ്റ മാത്രമേ അറേയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ സ്ട്രക്ചർ എന്താണ്? എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. ഒരു സ്ട്രക്ചറിൽ നമുക്ക് അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്യാം, നെയിം സ്റ്റോർ ചെയ്യാം, ഫീ വേണമെങ്കിൽ ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാം അല്ലേ? പല ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റയാണ് ഒരു സ്ട്രക്ചറിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ. അതേ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷനാണ്. നെക്സ്റ്റ് അറേയിൽ പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് എൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് ദ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്സ് അല്ലേ? അറേയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ എലമെൻറ്റ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സബ്സ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ അറേയിലുള്ള എലമെൻറ്റിൻ്റെ പൊസിഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സബ്സ്ക്രിപ്റ്റ് ബേസിലാണ് അറേയിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി സ്ട്രക്ചറിലേക്ക് വരുമ്പോഴോ എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. നമുക്ക് സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുക? ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അറേയിൽ ഇൻഡെക്സും സ്ട്രക്ചറിൽ ഡോട്ട് ഓപ്പറേറ്ററും. ഇനി അറേയിൽ എന്താ പറയണേ? വെൻ ആൻ എലമെൻറ്റ് ഓഫ് എൻ അറേ ബിക്കംസ് അനദർ അറേ മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് ഫോംഡ്. ഒരു അറേയിൽ തന്നെ മറ്റൊരു രീതിക്കുള്ള ഒരു അറേ കൂടെ വന്നു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ അറേ ആയിട്ടത് മാറും അല്ലേ? നമ്മൾ 2D അറേ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? മെട്രിക്സ് ഫോമിൽ മൾട്ടി ഡയമെൻഷണൽ അറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അരയ്ക്കുള്ളിൽ തന്നെ വേറൊരു അറേ ഫോം ചെയ്യുമ്പോൾ നമ്മളത് മൾട്ടി ഡയമെൻഷണൽ അറേ ആയിട്ട് അല്ലെങ്കിൽ 2D അറേ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രീറ്റ് ചെയ്യുന്നു. ഇനി സ്ട്രക്ചറിലേക്ക് വരുമ്പോഴോ